നല്ല കാലം വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ മറക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല അല്ലേ? അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ ചെറുപ്പത്തിൽ രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നു, പിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഇതിലൊരു സുഹൃത്ത് കാലങ്ങൾക്ക് ശേഷം ഒരു രാജാവാകുകയും മറ്റൊരു സുഹൃത്ത് ദാരിദ്ര്യത്തിലായി പോവുകയും ചെയ്തായിരുന്നു. അങ്ങനെ പ്രതീക്ഷയോടുകൂടി രാജാവായ തൻ്റെ കൂട്ടുകാരനെ കാണാൻ ചെന്നപ്പോൾ ഈ രാജാവുണ്ടല്ലോ പണ്ഡിതനും കൂടെയായ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ രാജസദസ്സിൽ വെച്ച് അപമാനിച്ചു. എന്നാൽ ഇത് മഹാഭാരതം എന്ന വിശ്വപ്രശസ്ത ഇതിഹാസത്തിലെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മഹാഭാരതത്തിലെ മഹാഗുരുവും മഹാരഥനുമായ ദ്രോണാചാര്യരെക്കുറിച്ചാണ്. നമ്മൾ കേട്ട കഥകൾ വെച്ചിട്ട് ദ്രോണാചാര്യരെക്കുറിച്ച് വേദവ്യാസൻ്റെ മഹാഭാരതത്തിലൊന്ന് തപ്പി നോക്കിയാലുണ്ടല്ലോ നമുക്കൊരു വല്ലാത്ത ആരാധന അതിലെ ദ്രോണാചാര്യരോട് തോന്നിപ്പോവും. അത്രയ്ക്ക് ശക്തനും തേജോമയനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദ്രോണാചാര്യർ. ഇന്ന് നമുക്ക് ദ്രോണാചാര്യരിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ 2000 രൂപ പോലൊരു തുക പ്രതിമാസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ടാറ്റ AIA ലൈഫ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരുടെ പുതിയ NFO ആയിട്ടുള്ള നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ മാസം 30 വരെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിക്ഷേപിക്കുന്ന പണം 100% സേഫ് ആക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺസ് നേടാം എന്നുള്ളതാണ്. ഇപ്പോൾ റിസ്ക് എടുക്കാതെ നല്ല റിട്ടേൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ബാങ്കിലും ചിട്ടിയിലും നിക്ഷേപിച്ച് 4-5% റിട്ടേൺ കിട്ടുന്നത് വെച്ച് നോക്കിയാൽ 100% ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്. ടാറ്റ AIA ലൈഫ് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും മികച്ച 50 ലാർജ് മിഡ് സ്മോൾ ക്യാപ് കമ്പനികളിലാണ്. അതുകൊണ്ട് തന്നെ നല്ല റിട്ടേൺസ് കിട്ടാനും സാധ്യതയുണ്ട്. ഈ ബെഞ്ച് മാർക്കിൻ്റെ മുൻകാല റിട്ടേൺസ് നോക്കിയാൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിലായിട്ട് 35.9%, 25.1% റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത്. ടാറ്റ AIA ഈ സെയിം ഇൻഡെക്സ് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ NFOയും ഇതുപോലത്തെ റിട്ടേൺസ് തന്നെ തരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2014 ഈ NFOയിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് 9.3 ലക്ഷം രൂപയായേനെ. 2022 ലോഞ്ച് ചെയ്തിട്ടുള്ള എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഏകദേശം 46.4% റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. ഇത് NRI സുഹൃത്തുക്കൾക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രതിമാസം 18,000 രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ 2 കോടി വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ മാസം 30-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി നോക്കുക. ഇനി നമുക്ക് ദ്രോണാചാര്യരെക്കുറിച്ച് ഒന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഭരദ്വാജൻ എന്ന തേജോമയനും പ്രശസ്തനുമായിട്ടുള്ള ഒരു മുനിയുടെ മകനായിട്ടായിരുന്നു ദ്രോണാചാര്യരുടെ ജനനം. ചെറുപ്പം മുതലേ തന്നെ വേദവും വേദാന്തവും എല്ലാം പഠിച്ച് ഒരു തപസ്വിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്വാളിറ്റിയോട് കൂടിയുമാണ് അദ്ദേഹം വളർന്നു വന്നത്. ശേഷം ഭരദ്വാജ മുനിയിൽ നിന്നും അഗ്നിവേശ മുനിയിൽ നിന്നുമെല്ലാം ധനുർവേദത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചെടുക്കുകയാണ്. ഇതേ അഗ്നിവേശ മുനിയിൽ നിന്ന് തന്നെയാണ് ദ്രോണാചാര്യർക്ക് ആഗ്നേയാസ്ത്രവും അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രവും ഉപദേശമായി ലഭിച്ചത്. ഈ ഒരു സമയത്തിലാണ് ദ്രോണാചാര്യർ ദ്രുപദനുമായിട്ട് സൗഹൃദത്തിലാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് രാജകുമാരനായിട്ടുള്ള ദ്രുപദൻ രാജാവുമായി, ദ്രോണാചാര്യർ ഒരു മഹാജ്ഞാനിയുമായി. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അദ്ദേഹത്തെ വളരെ ഫേമസ് ആക്കി. പക്ഷേ എത്ര ജ്ഞാനം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സമ്പത്ത് അത്രയ്ക്കില്ലായിരുന്നു. വളരെ വലിയ തപസ്വിയായിരുന്നു. തപസ്വി എന്ന് പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം നാരായണാസ്ത്രം നേടിയെടുത്തത് ഗുരുപദേശം വഴി അല്ലായിരുന്നു. സാക്ഷാൽ നാരായണനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയാണ് അദ്ദേഹം നാരായണാസ്ത്രം നേടിയത്. അപ്പോൾ എന്തോരം തപോബലമുള്ള ആളാണെന്ന് പറയണം. അതുപോലെ തന്നെ ശിവപ്രീതിയിലാണ് അദ്ദേഹത്തിന് അശ്വത്ഥാമാവെന്ന് പറയുന്ന ആ ഒരു മകനുണ്ടായത്. അപ്പോൾ അത്രത്തോളം തപോബലവും ജ്ഞാനവും ഒക്കെയുള്ള ആളായിരുന്നു ദ്രോണാചാര്യർ. പക്ഷേ എന്നാൽ പോലും ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു രക്ഷ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തൻ്റെ മകനായ അശ്വത്ഥാമാവിനെ വളരെ ധനികരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ മക്കൾ അപമാനിക്കുന്നതും കൂടെ കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് സഹിക്കാവുന്നതിനും അപ്പുറമായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കാര്യം ഓർക്കുകയുണ്ടായി. പരശുരാമൻ ഇങ്ങനെ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിനോട് പോയി സഹായം ചോദിക്കാം. അങ്ങനെ പരശുരാമനെ ചെന്ന് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഭാർഗവരാമ, ഞാൻ ദ്രോണരാണ്, ഭരദ്വാജ മുനിയുടെ പുത്രനാണ്. അപ്പോൾ എന്ത് സഹായം വേണം എന്ന് പരശുരാമൻ ചോദിച്ചപ്പോഴത്തേക്കും ഇദ്ദേഹം പറഞ്ഞു, അസംഖ്യമായിട്ടുള്ള ധനം എനിക്ക് തരണമെന്ന് പറഞ്ഞു. എനിക്ക് ധനം വേണം എന്ന് പറഞ്ഞു. അസംഖ്യമായിട്ടുള്ള സമ്പത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, വന്നത് വളരെ താമസിച്ചു പോയി. കാരണം സമ്പത്തും സ്വർണവും എല്ലാം പല ആളുകൾക്കായിട്ട് കൊടുത്തു.
ഇപ്പോൾ ആകപ്പാടെ എല്ലാം ഉപേക്ഷിച്ച് കാട് കയറാനായിട്ട് നിൽക്കുന്ന എൻ്റെ കയ്യിൽ ധനുർവേദം, അതായത് അസ്ത്രശസ്ത്രാദികളെക്കുറിച്ചുള്ള നോളജും അതുപോലെ എൻ്റെ ശരീരവും മാത്രമേ ഉള്ളൂ. ഇത് രണ്ടിലേത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ദ്രോണർ പറഞ്ഞു, അങ്ങയുടെ കയ്യിലുള്ള എല്ലാവിധ അസ്ത്രങ്ങളും എല്ലാവിധ ഗൂഢതത്വങ്ങളുടെയും അറിവ് എനിക്ക് നൽകിയാലും മന്ത്രം സഹിതം എന്ന് പറഞ്ഞു. അങ്ങനെ ദ്രോണാചാര്യർ അവിടെ വന്നപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്നു. ധനുർവേദത്തിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു. ബ്രഹ്മാസ്ത്രം, ആഗ്നേയാസ്ത്രം, അങ്ങനെ എല്ലാ അസ്ത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ പരശുരാമനിൽ നിന്നും കൂടെ ധനുർവേദത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടിയപ്പോൾ ഗുരുവായ ദ്രോണാചാര്യർ ഒരു മഹാഗുരുവായി മാറി. അത്രത്തോളം ശക്തനായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം. ഇവിടെ വന്നപ്പോൾ തന്നെ ശക്തനായി, ഇതുകൂടെ ആയപ്പോൾ മഹാശക്തനായി. അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ കാണാൻ പോകുന്നതും രാജസദസ്സിൽ വെച്ച് ദ്രുപദൻ വളരെ മോശമായിട്ടുള്ള രീതിക്ക് തൻ്റെ പഴയ കൂട്ടുകാരനെ അപമാനിക്കുകയും ചെയ്യുന്നത്. ഇതിൽ മനം നൊന്ത ദ്രോണാചാര്യർ നമ്മളെല്ലാം കേട്ട കഥകളിൽ ചെയ്യുന്നത് പോലെ അവിടെ നിന്നുകൊണ്ട് ഗീർവാണങ്ങൾ മുഴക്കുകയും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് ഒന്നും ചെയ്തില്ല. അദ്ദേഹം തല താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. നിശബ്ദനായിരുന്നു അദ്ദേഹം. പക്ഷേ അന്ന് ആ കണ്ണുകളിൽ ജ്വലിച്ചുകൊണ്ടിരുന്നത് ആ ഒരു തപസ്സിൻ്റെയും ജ്ഞാനത്തിൻ്റെയും തേജസ്സല്ലായിരുന്നു, മറിച്ച് പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്നിയായിരുന്നു, പ്രതികാരാഗ്നിയായിരുന്നു. ശേഷം ഇദ്ദേഹം തൻ്റെ പുത്രനും വൈഫുമൊക്കെ ആയിട്ട് ഹസ്തിനപുരത്തേക്ക് പോയി. എന്തിന് ഹസ്തിനപുരത്തേക്ക് പോയെന്നറിയോ? ഈ ഹസ്തിനപുരത്തിലെ കുരുവംശജർ, ഈ കുരുവംശത്തിലുള്ള ആളുകളുടെ രാജഗുരു ഉണ്ടല്ലോ കൃപാചാര്യരുടെ സഹോദരിയായിട്ടുള്ള കൃപിയെയാണ് ദ്രോണാചാര്യർ വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ്രോണാചാര്യരുടെ ബ്രദറിൻലോയാണ് കൃപാചാര്യർ. അപ്പോൾ അവിടെ ചെന്നിട്ട് വേഷപ്രച്ഛന്നനായിട്ട് വേഷം മാറി അവിടെ ഒരു സ്ഥലത്ത് ദ്രോണാചാര്യർ താമസിച്ചു. ഈ ഒരു സമയമെന്ന് പറയുമ്പോഴത്തേക്കും ഈ കുരുവംശത്തിലുള്ള 105 രാജകുമാരന്മാർ, അതായത് കൗരവരെയും പാണ്ഡവരെയും കൂടെ കർണനെയും കൃപാചാര്യർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നേരത്തെ ഒരു വീഡിയോയിൽ പറ്റിയൊരു മിസ്റ്റേക്കാണ് ഞാനിവിടെ തിരുത്താൻ പോകുന്നത്. അപ്പോൾ ഞാനീ പറയുന്നത് ബോറി ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. മഹാഭാരതത്തിൻ്റെ ഒത്തൻറ്റിക് ടെക്സ്റ്റുകളിൽ ഒരെണ്ണമാണ് ബോറി എന്ന് പറയുന്നത്. കുറച്ച് പേര് ചോദിച്ചായിരുന്നു മഹാഭാരതം വായിക്കാൻ, ഒറിജിനൽ മഹാഭാരതം വായിക്കാൻ ആഗ്രഹമുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഇതിഹാസത്തെക്കുറിച്ച് വായിക്കാൻ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒറിജിനൽ വർക്ക് വായിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റായിട്ട് അംഗീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ബോറി തന്നെയാണ്. ബോറിയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വരുന്നത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ള വിദ്വാൻ കെ പ്രകാശം തർജ്ജമ ചെയ്തിട്ടുള്ള മഹാഭാരതമുണ്ട്, വ്യാസമഹാഭാരതമുണ്ട്. ഇത് രണ്ടും നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ബോറി ബേസ് ചെയ്താണ് ഈ പറയുന്നത്. അപ്പോൾ ബോറിയിൽ പറയുന്ന പ്രകാരം ആ സമയത്ത് കൃപാചാര്യരുടെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഒരു പയ്യനും കൂടെ വന്നായിരുന്നു. പയ്യനെന്ന് പറയുമ്പോൾ നല്ല ജ്ഞാനിയും ശക്തനും പക്വതയുമുള്ള ഒരുവൻ. അയാളും കൂടെ വന്നിട്ട് ഈ 105 പേരെയും കർണനെയും പഠിപ്പിച്ചു തുടങ്ങി. അത് മറ്റാരുമല്ല, അശ്വത്ഥാമാവായിരുന്നു. അശ്വത്ഥാമാവ് കൃപാചാര്യരുടെ അസിസ്റ്റൻ്റായിട്ട് നിന്ന് ഇവരെ പഠിപ്പിച്ചെന്ന് തുടങ്ങി. അശ്വത്ഥാമാവ് നല്ലൊരു ഗുരുവാണ് കേട്ടോ. ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പാണ്ഡവർക്കും കൗരവർക്കും ഗുരുസ്ഥാനീയനാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് നമ്മൾ ഈ കാണുന്ന ആളല്ല, വളരെ തേജസ്വിയും പ്രതാപശാലിയുമായിട്ടുള്ളൊരു യോദ്ധാവാണ്, ഒരു ഗുരുവാണ്. അപ്പോൾ അങ്ങനെ അത്ര ഗംഭീരനായിട്ടുള്ളൊരു കഥാപാത്രമാണ് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. അപ്പോൾ അശ്വത്ഥാമാവ് അവിടെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ എന്താ പറയുക, കൃത്യസമയത്ത് എത്തേണ്ട സ്ഥലങ്ങളിൽ കൃത്യ ആളുകൾ എത്തും അല്ലേ? കേട്ടിട്ടില്ലേ അത്? കൃത്യസമയത്ത് നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ എത്തിയിരിക്കും എന്ന് പറയുന്നത് പോലെ ദ്രോണർ കറക്റ്റ് സമയത്താണ് അവിടെ എത്തിയത്. ദ്രോണർക്ക് നല്ല ശക്തരായിട്ടുള്ള ശിഷ്യപരമ്പരകൾ വേണം. എന്തിന്? ദ്രുപദൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കാനായിട്ട്. ഇതേ സമയത്തായിരുന്നു ഭീഷ്മർ തൻ്റെ ചെറുമക്കൾക്ക് എക്സ്ട്രാ നോളജ് കൊടുത്ത് അവരെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകളാക്കി മാറ്റണം. അപ്പോൾ അതിന് ഈ ബേസിക്കായിട്ട് കൃപാചാര്യരുടെ നിന്ന് പഠിക്കുന്ന നോളജ് മാത്രം പോരാ, താൻ പോയി സൂപ്പർ സ്പെഷ്യാലിറ്റിയൊക്കെ പഠിച്ചതുപോലെ സൂപ്പർ സ്പെഷ്യലൈസേഷൻ അവർ ചെയ്യണം. അതിനാരെ തപ്പി ഇറങ്ങണമെന്നും പറഞ്ഞ് ഭീഷ്മർ നിന്ന ആ ഒരു സമയത്താണ് ദ്രോണർ അവിടെ എത്തുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. ഭീഷ്മർ ദ്രോണറെ ബഹുമാനിച്ച് ഈ കുരുരാജവംശത്തിലുള്ള 105 രാജകുമാരന്മാർക്കും ഗുരുവായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു. അതായത് കുരുവംശത്തിൻ്റെ ഒരു ജോലിക്കാരനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു. ജോലിക്കാരൻ എന്ന് പറയുമ്പോൾ ചില്ലറ ജോലിക്കാരനൊന്നും അല്ല, ഒരുപാട് സമ്പത്തും ധനവും കൊടുത്തു, താമസിക്കാൻ ഗംഭീരമായിട്ടുള്ള വീടും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അങ്ങനെ ഒരു ഗംഭീര ട്രീറ്റ്മെൻറ്റാണ് ഭീഷ്മർ ദ്രോണാചാര്യർക്ക് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇദ്ദേഹം ഒഫീഷ്യലായിട്ട് കുരുവംശത്തിലുള്ള എല്ലാവരെയും പഠിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കുരുവംശത്തിന് കീഴിലുള്ള മറ്റ് രാജാക്കന്മാരുടെ പുത്രന്മാരെയും രാജാക്കന്മാരെയും എല്ലാം ദ്രോണാചാര്യർ പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? അത്രത്തോളം പ്രതാപശാലിയായിട്ടുള്ളൊരു വ്യക്തി,
ഭരദ്വാജ മുനിയുടെ പുത്രൻ, അഗ്നിവേശ മുനിയുടെ ശിഷ്യൻ, പരശുരാമനിൽ നിന്ന് ധനുർവേദം എക്സ്ട്രാ പഠിച്ചിട്ടുള്ള ആൾ, പരശുരാമനിൽ നിന്ന് അസ്ത്രശസ്ത്രങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം നേടിയിട്ടുള്ള ആൾ, ഗൂഢതത്വങ്ങളിലുള്ള നല്ല നോളജുള്ള ആൾ, വ്യൂഹനിർമ്മാണത്തെക്കുറിച്ച് നല്ല നോളജുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ആളുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കർണനും ദ്രോണാചാര്യരുടെ അടുത്ത് പഠിച്ചു തുടങ്ങി. ഇതും എനിക്ക് നേരത്തെ പറ്റിയൊരു മിസ്റ്റേക്കാണ്. ദ്രോണാചാര്യർ കർണനെ പഠിപ്പിക്കുന്നുണ്ട്. അത് എഗെയിൻ ഞാൻ പറയുന്നു, മഹാഭാരതത്തിലെ ബോറിയെ ബേസ് ചെയ്താണ് പറയുന്നത്, ഒതൻറ്റിക് ടെക്സ്റ്റ് ബേസ് ചെയ്താണ് പറയുന്നത്. നമ്മൾ കേട്ട് വന്ന കഥകളിലാണ്, നമ്മൾ പലയിടത്ത് കേട്ടിട്ടുള്ള കഥകളിലാണ് ഇദ്ദേഹം കർണൻ ദ്രോണാചാര്യർ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ല, അങ്ങനെ കർണൻ പിണങ്ങിപ്പോയി, അങ്ങനെ നമ്മൾ കേട്ട് വന്ന കഥകളാണ്. പക്ഷേ ഒതൻറ്റിക് ടെക്സ്റ്റിൽ കർണനെ ദ്രോണാചാര്യർ പഠിപ്പിക്കുന്നുണ്ട്. കർണൻ നല്ല അടിപൊളിയായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട് ദ്രോണാചാര്യരുടെ അടുത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ഈ കേട്ട് വന്ന കഥകളിൽ പറയുന്നത് പോലെ കർണൻ ദ്രോണാചാര്യരുടെ അടുത്ത് നിന്ന് പോയിട്ട് പരശുരാമനിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? അത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഒറിജിനൽ മഹാഭാരതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർണൻ ദ്രോണാചാര്യരുടെ അടുത്ത് നിന്ന് ബ്രഹ്മാസ്ത്രം പഠിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അത് ചോദിച്ച രീതിയാണ് പ്രശ്നമായിപ്പോയത്. ചോദിച്ച രീതി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അർജുനനുമായിട്ട് യുദ്ധം ചെയ്യണം, അതുകൊണ്ട് അർജുനന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തതുപോലെ എനിക്കും ബ്രഹ്മാസ്ത്രം പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. മന്ത്രവും അത് വിക്ഷേപിക്കാനും തിരിച്ചു പിടിക്കാനും പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യർ ഇങ്ങനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ക്ഷത്രിയനെയും ബ്രാഹ്മണരെയും നല്ല തപോബലമുള്ള ആളുകളെയും മാത്രമേ ബ്രഹ്മാസ്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പഠിപ്പിച്ചു തരത്തില്ലെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കർണൻ ചോദിച്ച രീതിയുടെ പ്രശ്നമാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങളൊരു ഗുരുവാണ്, നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ കീഴിൽ കളരി ഒരു കൂട്ടം സ്റ്റുഡൻസ് പഠിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലൊരു കൂട്ടം സ്റ്റുഡൻസ് പഠിക്കുന്നു. അവരെല്ലാവരും കസിൻസാണ്. അപ്പോൾ ഈ കസിൻസിൽ ഒരു മുതിർന്ന കസിൻ വന്നിട്ട് അവനെക്കാട്ടിയും 10 വയസ്സ് ഇളയ കസിനുമായിട്ട് ഗുസ്തി പിടിക്കുമ്പോൾ അവനെ തൂക്കി തറയടിക്കാനായിട്ട്, അവനെ അവിടെ നല്ലതുപോലെ കീഴ്പ്പെടുത്തിയിടാനായിട്ട് ഒരു പ്രത്യേക മർമ്മവിദ്യ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തോ ചെയ്യും? അത് തന്നെയായിരിക്കണം മിക്കവാറും ദ്രോണാചാര്യരുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടാവുക. കാരണം കർണനും അർജുനനും തമ്മിൽ ഏകദേശം 10 വയസ്സെങ്കിലും വ്യത്യാസം ഉണ്ടാവും. പോട്ടൊരു 8 വയസ്സ് വ്യത്യാസം ഉണ്ടാവും. 10 കൂടാനാണ് സാധ്യത. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ അർജുനനുമായിട്ട് യുദ്ധം ചെയ്യണം, അതിന് ബ്രഹ്മാസ്ത്രം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആയിരിക്കണം മിക്കവാറും അത് പറ്റത്തില്ല എന്നും പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ അറിയാമല്ലോ, കർണൻ നേരെ പരശുരാമൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അതാണ് ഈ കർണനും ദ്രോണാചാര്യരും തമ്മിലുള്ള ഇൻസിഡൻറ്റ്. പിന്നെ ശേഷം ഉണ്ടായ കഥകളൊക്കെ അറിയാമല്ലോ. ശിഷ്യന്മാരെ എല്ലാവരെയും പഠിപ്പിച്ചു, ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു, പിന്നെ അങ്ങനെ പോയി. പിന്നെ ഒരു നിർവാഹവുമില്ലാതെ ദ്രോണാചാര്യർക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള അർജുനൻ്റെ ഓപ്പോസിറ്റ് പക്ഷത്ത് കൗരവ സൈന്യത്തിൽ നിന്ന് തന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്? എത്ര മഹാഗുരുവാണെന്ന് പറഞ്ഞാലും കൗരവ വംശത്തിൻ്റെ ജോലിക്കാരനാണ്, ഈ കുരുവംശത്തിൻ്റെ ജോലിക്കാരനാണ് ദ്രോണർ. അവർ പറയുന്നത് പോലെ ദ്രോണർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇനി മഹാഭാരത യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിലോ, മഹാഭാരത യുദ്ധഭൂമിയിൽ കൗരവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പാണ്ഡവരുടെ പക്ഷത്തിൽ ഏറ്റവും കൂടുതൽ വിനാശം സൃഷ്ടിച്ച 3 പേരിൽ 3-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും മാറിയാണ് ദ്രോണാചാര്യർ നിൽക്കുന്നത്. അപ്പോൾ 1-ാം സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നതെന്നറിയോ? അശ്വത്ഥാമാവാണ് കൗരവ പക്ഷത്ത് നിന്നുകൊണ്ട് പാണ്ഡവ സൈന്യത്തിനെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത്. അശ്വത്ഥാമാവ് വരുത്തിയിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് വേറെ ലെവലായിരുന്നു. അമ്മാതിരി പ്രകടനമായിരുന്നു. കാരണം ആ ഒരു അച്ഛനൊത്ത മകനെന്ന് പറയുമല്ലോ, അമ്മാതിരി പ്രകടനമായിരുന്നു അശ്വത്ഥാമാവ് കാണിച്ചത്. 2ാമത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയത് ഭീഷ്മർ. അത് അവസാനത്തെ 2-3 ദിവസം കൊണ്ടാണ് പുള്ളിക്കാരൻ അത് ചെയ്തത്. 3-ാം സ്ഥാനത്ത് വരുന്നത് ദ്രോണാചാര്യർ. പക്ഷേ ദ്രോണാചാര്യരുടെ 3-ാം സ്ഥാനം വളരെ പ്രാധാന്യമുള്ള 3-ാം സ്ഥാനമാണ്. കാരണം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളായിട്ടുള്ള വ്യൂഹനിർമ്മാണം നടത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ പാണ്ഡവ പക്ഷത്തിലുള്ള രാജാക്കന്മാരെയും മഹാരഥന്മാരെയും ഒരുപാട് തീർത്തിട്ടുള്ളത് ദ്രോണരാണ്. ദ്രോണരുടെ നേതൃത്വത്തിൽ, ദ്രോണരുടെ തന്ത്രത്തിൽ, ദ്രോണരുടെ ആയുധം വെച്ചൊക്കെയാണ്, അതായത് ദ്രോണരായിട്ട് തന്നെയാണ് ഈ ഒരു പാണ്ഡവ പക്ഷത്തിലുള്ള ഏറ്റവും കൂടുതൽ മഹാരഥന്മാരെയും ഏറ്റവും കൂടുതൽ രാജാക്കന്മാരെയും തീർത്തിട്ടുള്ളത്. അഭിമന്യു ഉൾപ്പെടെ ദ്രോണരുടെ ചക്രവ്യൂഹത്തിൽ കിടന്നാണല്ലോ അഭിമന്യു മരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഗംഭീരനായിട്ടുള്ള ഒരു യുദ്ധതന്ത്രജ്ഞനും കൂടെയായിരുന്നു ദ്രോണർ. കാരണം ദ്രോണർ ചമച്ചതുപോലെ വ്യൂഹങ്ങൾ ഒരുപക്ഷെ മഹാഭാരത യുദ്ധഭൂമിയിൽ അത്രയും പെർഫെക്റ്റായിട്ട് കൗരവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആരും ചമച്ചിട്ടുണ്ടാകത്തില്ല. അമ്മാതിരി വ്യൂഹനിർമ്മാണങ്ങളാണ്. ഇതിലേറ്റവും കൂടുതൽ പറയേണ്ടത് ചക്രവ്യൂഹം തന്നെയാണ്.
അപ്പോൾ ഈ ചക്രവ്യൂഹത്തിന് ഇത്രയും ബിൽഡപ്പ് കൊടുക്കാനുള്ള കാര്യം എന്തെന്നറിയോ? ഈ വ്യൂഹങ്ങളിൽ നിർമ്മിക്കാൻ അത്യാവശ്യം പാടുള്ള സംഭവമാണ് ഈ ചക്രവ്യൂഹം. അതുപോലെ തന്നെ ചക്രവ്യൂഹം ഭേദിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും പാടാണ് ജീവനോടെ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെയൊക്കെ തന്നെ പാടുള്ളൊരു കാര്യമാണ് നിർമ്മിച്ച ചക്രവ്യൂഹം നിയന്ത്രിക്കുക എന്നുള്ളത്. അതൊരു സൈന്യാധിപനാണ് ഈ ഒരു ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത്. കാരണം നമ്മൾ പലയിടത്തും കണ്ടേക്കുന്നത് പോലെ ഈ അകത്ത് നിൽക്കുന്ന പടയാളികളുണ്ടല്ലോ, ഇവർ ചുമ്മാതെ നിൽക്കുകയായിരിക്കത്തില്ല. ഇവർ ഈ സർക്കുലർ മോഷനിൽ സമയാസമയം അനുസരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ അവിടെ ഈ ഒരു ഫോർമേഷനിൽ നിൽക്കുന്ന ഒരു യോദ്ധാവിനെ, ഒരു പടയാളിനെ ഒരു മഹാരഥൻ കൊന്നാൽ, അല്ലെങ്കിൽ ഒരു യോദ്ധാവ് കൊന്നാൽ, ആ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ അടുത്ത ആൾ വന്ന് കയറുക. അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ദ്രോണാചാര്യർ ഒരു പ്രതിജ്ഞ എടുത്തായിരുന്നു. എന്താണ്? പാണ്ഡവ പക്ഷത്തിലെ ഒരു മഹാരഥനെയെങ്കിലും വീഴ്ത്തുവെന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചക്രവ്യൂഹം ചെയ്തതും ചമച്ചതും അതിനെ നിയന്ത്രിച്ചതും ഒക്കെ. പക്ഷേ യുദ്ധഭൂമിയിൽ പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം ദുര്യോധനന് കൊടുത്ത ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഈ ധർമ്മപുത്രനുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നൊരു സമയമുണ്ട്. അതായത് യുധിഷ്ഠിരനുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നൊരു സമയം. അപ്പം ഈ ഒരു സമയത്തിലുണ്ടല്ലോ ദ്രോണാചാര്യരൊരു അന്യായ ശരവർഷം ചെയ്യുകയുണ്ടായി. ശരവർഷം എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നിർത്താതെ മഴ പെയ്യുന്നു, മഴത്തുള്ളികൾ ഓരോന്നും ഒരു അസ്ത്രം എന്ന് പറയുന്നത് പോലെ ദ്രോണാചാര്യർ അവിടെ നിന്നുകൊണ്ട് ശരവർഷം ചെയ്ത് അങ്ങോട്ട് പാണ്ഡവ സൈന്യത്തിനെ നശിപ്പിച്ചു കൂട്ടിയെന്ന് മാത്രമല്ല, മഹാരഥന്മാരെ ഭ്രാന്ത് പിടിപ്പിച്ചു. അമ്മാതിരി പ്രകടനം ദ്രോണാചാര്യരായ യുദ്ധഭൂമിയിൽ നിന്ന് കാണിച്ചു. ഇത് കണ്ട് ദുര്യോധനനുണ്ടായ ഒരു സന്തോഷം നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രത്തോളം ദുര്യോധനൻ സന്തോഷിച്ചുകൊണ്ട് കർണൻ്റെ അടുത്ത് പറയും, കർണ കണ്ടോ, ഗുരു എല്ലാ എണ്ണത്തിനെയും ഓടിക്കുന്ന കണ്ട, പാണ്ഡവന്മാരിപ്പോൾ ഓടും, ഭീമൻ കിടന്ന് ഓടുന്ന കണ്ട, ഭീമൻ ഒന്നും ചെയ്യാൻ പോണില്ല എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ദുര്യോധനൻ സംസാരിക്കുന്നത് കർണൻ്റെ അടുത്താണേ. ആള് സംഭവം നല്ല ബുദ്ധിമാനാണ്, നല്ല ഒന്നാന്തരം മഹാരഥനാണ്, ഈ യുദ്ധത്തിനെ കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൂട്ടുകാരൻ്റെ കൂടെയാണ് സംസാരിക്കുന്നതെന്നുള്ള കാര്യമൊന്നും ചിന്തിച്ചില്ല. പച്ചയ്ക്ക് പുള്ളിക്കാരൻ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നീ സംസാരിക്കുന്നത് പാണ്ഡവരെ കുറിച്ചാണെന്നുള്ളൊരു ബോധം നിനക്ക് വേണം. കാരണം ചില്ലറ പരിപാടികളൊന്നും അല്ല പുള്ളിക്കാർ, എന്താ പറയുക, നിങ്ങളെല്ലാവരും കൂടെ പാണ്ഡവരുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വേഷം, അരക്കില്ലം, വനവാസം, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരു ഗുരു നിന്ന് ശരവർഷം ചെയ്ത് അവർ മറന്നു പോകുമെന്നാണ് വിചാരിച്ചത്. ഒരിക്കലുമില്ല, അവർ നല്ല രീതിക്ക് തിരിച്ചടിക്കും. പിന്നെ ഭീമൻ്റെ കാര്യം, അവൻ്റെ കായബലം മാത്രമല്ല, അവൻ്റെ ഇരുമ്പ് ഗത വെച്ച് ചിന്തിക്കാൻ കഴിയാത്ത പരാക്രമങ്ങൾ അവന് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, വാള്, കുന്തം, ധനുസ്, ആനപ്പുറത്തിരുന്നുകൊണ്ട്, തേരിലിരുന്നുകൊണ്ട്, കുതിരപ്പുറത്തിരുന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള പോരിലും തെളിഞ്ഞ ഒരുത്തനവൻ. പിന്നെ അത് മാത്രമല്ല, ആളുകളെ വെച്ചും അവന് നല്ലതുപോലെ പോരടിക്കാൻ കഴിയുമെന്ന്. അത് ഉദ്ദേശിച്ചത് ഭീമൻ്റെ ആ ഒരു സൈന്യാധിപൻ്റെ ക്വാളിറ്റിയാണ്. ഭീമനൊരു ഗംഭീര സൈന്യാധിപനാണ്. അപ്പോൾ അത് കർണൻ വളരെ വ്യക്തമായിട്ട് ദുര്യോധനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോഴാണ്, ആചാര്യ ഒറ്റയ്ക്ക് നിന്നാണ് പോരടിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോയി ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ട് അനിയന്മാരെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതുവരെ നോക്കി കാണുകയായിരുന്നു. വിച്ച് മീൻസ് കർണൻ ഇത്രയും നീണ്ടൊരു എക്സ്പ്ലനേഷൻ ദുര്യോധനന് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പ്രായമായ ആ ഒരു മഹാഗുരു അവിടെ നിന്നുകൊണ്ട് ആ എൻ്റെയർ സൈന്യത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം അത്രത്തോളം ഗംഭീര പ്രകടനങ്ങൾ ദ്രോണാചാര്യർ യുദ്ധഭൂമിയിൽ വെച്ച് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം എന്തായി, ഒറ്റയാൾ പട്ടാളമായി നിന്ന് പോരടിച്ചേക്കുന്നു, വ്യൂഹങ്ങൾ ഏറ്റവും നല്ല രീതിക്ക് നിർമ്മിക്കുന്നു, കവചം വെച്ചിട്ടൊരു പരിപാടി കൂടെ ദ്രോണാചാര്യർ ചെയ്തു. അതെന്താണെന്നറിയൂ? കവചം. നമ്മൾ ഈ കവചം എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് മഹാരഥനായ കർണൻ്റെ കവചമാണ്, അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, ആയുധങ്ങൾ വന്നിങ്ങനെ തട്ടുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകുന്ന ശക്തമായിട്ടുള്ളൊരു കവചം. എന്നാൽ അങ്ങനെ ശക്തമായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കവചം, ലൈക്ക് ഇദ്ദേഹത്തിൻ്റെ കവചത്തെക്കാട്ടിയും ശക്തമായിട്ടുള്ള മറ്റൊരു കവചമുണ്ട്. ആ കവചമാണ് ദ്രോണാചാര്യർ അവിടെ ദുര്യോധനൻ അണിയിച്ചു കൊടുത്തത് 14-ാം നാൾ. ആ ഒരു കവചം സാധാരണ കവചമല്ല. എങ്ങനെയെന്ന് വെച്ചാൽ, പണ്ട് ദേവന്മാരൊരു അസുരനുമായിട്ട്, വൃത്രാസുരനായിരുന്നു തോന്നുന്നു, ഒരു അസുരനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദേവന്മാർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഒരുപാട് ദേവന്മാർക്ക് മുറിവുകളുണ്ടായി. അങ്ങനെ ഈ ദേവന്മാരെല്ലാവരും കൂടെ ബ്രഹ്മാവിനെ പോയി കണ്ടു. ഇപ്പോൾ ബ്രഹ്മദേവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാ പ്രോബ്ലത്തിനും കൂടെ ഒരു സിംഗിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെ ഒരാളെടുത്താണ് ദേവന്മാരെ കൊണ്ടുപോയത്, സാക്ഷാൽ പരമശിവൻ്റെ അടുത്ത്. അങ്ങനെ പരമശിവൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ ഊർജ്ജത്തിൽ നിന്ന് ഒരു കവചം ഉണ്ടായി. ആ കവചത്തെ നിർമ്മിക്കാനായിട്ടുള്ള മന്ത്രവും ഉണ്ടായെന്നാണ് പറയുന്നത്. ഈ മന്ത്രത്തിനെക്കുറിച്ചുള്ള അറിവ്
ഇന്ദ്രൻ ശേഷം അങ്കീരസിന് പറഞ്ഞു കൊടുത്തു. അങ്കീരസ് ശേഷം ബൃഹസ്പതിക്ക് പറഞ്ഞു കൊടുത്തു. ബൃഹസ്പതി ശേഷം ഭരദ്വാജ മുനിക്ക് പറഞ്ഞു കൊടുത്തു. ഭരദ്വാജ മുനി ദ്രോണാചാര്യർക്ക് പറഞ്ഞു കൊടുത്തു. ദ്രോണാചാര്യരത് അർജുനന് പറഞ്ഞു കൊടുത്തു. ദ്രോണാചാര്യർ ഈ കവചം ഇതിനെ കാഞ്ചന കവചം എന്നാണ് പറയുന്നത്. ശിവകവചമെന്നും പറയും. കാരണം പരമശിവൻ്റെ ദേഹത്ത് നിന്ന് വന്ന കവചമാണല്ലോ, അതുകൊണ്ട് ശിവകവചമെന്നും പേരുണ്ട്. അപ്പോൾ മന്ത്രം ജപിച്ച് കാഞ്ചന കവചം കെട്ടിച്ചു. ആരെ? ദുര്യോധനനെ. ദുര്യോധനൻ ഈ കവചം ഇട്ടതിന് ശേഷമുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ കോൺഫിഡൻസും പുള്ളിക്കാരൻ്റെ എബിലിറ്റിയും കഴിവും ഒക്കെ അങ്ങ് പല മടങ്ങ് വർദ്ധിച്ചു. എന്തിന് പറയണം, നരനാരായണന്മാർ കൃഷ്ണനെയും അർജുനനെയും പോലും അന്നത്തെ ദിവസം ദുര്യോധനൻ മുറിവേൽപ്പിച്ചു. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ളൊരു കവചവും ദ്രോണാചാര്യർ നിർമ്മിച്ചിട്ടുണ്ടേ. അപ്പോൾ ദുര്യോധനൻ്റെ ഈ ഒരു കവചം കണ്ടിട്ട് കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, നിനക്കിത് ഭേദിക്കാൻ അറിയത്തില്ലേ, പിന്നെ എന്ത് ഭേദിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അങ്ങേക്ക് അറിയാമല്ലോ ഈ കവചം എന്താണെന്നും അതെങ്ങനെ നിർമ്മിക്കണമെന്നും അതെങ്ങനെ ഭേദിക്കണമെന്നും ഗുരു എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏത് കവചം ഭേദിക്കാനായിട്ടുള്ള ആയുധവും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കാഞ്ചന കവചത്തിനെ സൂക്ഷിച്ച് വേണം അപ്രോച്ച് ചെയ്യാനെന്ന്. കാരണം ശിവകവചമാണ്, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു ഗംഭീര കവചം, ലൈക്ക് ദൈവാംശമുള്ളൊരു കവചം നിർമ്മിച്ചെടുക്കാൻ കെൽപ്പുള്ള ഒരാളാണ് ദ്രോണാചാര്യർ. അങ്ങനെയാണെങ്കിൽ ഈ ദ്രോണാചാര്യർ ഒറ്റയ്ക്ക് വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് പാണ്ഡവന്മാർ നശിച്ചേനെ. നശിച്ചു തുടങ്ങി. ദ്രോണാചാര്യർ ഒരുമാതിരി നിയന്ത്രണം വിട്ട കണക്ക് പാണ്ഡവരുടെ സൈന്യത്തിനെ അങ്ങോട്ട് മുടിച്ചു തുടങ്ങി. മുടിക്കുക എന്ന് വെച്ചാൽ സൈനികരെ അത്രയും കൂട്ടക്കൊലയായിരുന്നു സൈനികരെ. എന്ന് വെച്ചാൽ ഇത് ശരവർഷം ചെയ്തല്ല കൊന്നുകൊണ്ടിരുന്നത്, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാണ് കൊന്നുകൊണ്ടിരുന്നത്. അത് ഒന്നൊന്നുമല്ല, തുരുതുരാ ബ്രഹ്മാസ്ത്ര പ്രയോഗം. അമ്മാതിരി രീതിക്ക് ദ്രോണാചാര്യർ ആ യുദ്ധഭൂമിയിൽ വിനാശം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കാരണം എന്ന് പറയുമ്പോൾ എന്താണ്, അർജുനനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അർജുനനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. പറ്റാത്ത കാര്യം എന്താണ്, ദ്രോണാചാര്യർക്ക് അർജുനനോട് സ്നേഹം, അർജുനന് ദ്രോണാചാര്യരെടുത്ത സ്നേഹം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 100% ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ രാജാവിനെ ജയിപ്പിക്കുക എന്നുള്ളത് ദ്രോണാചാര്യരുടെ ധർമ്മം. ദ്രോണാചാര്യർ എന്തോ ഇത് സൈന്യമില്ലാതെ ദേവന്മാരൊന്നും ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ബ്രഹ്മാസ്ത്ര പ്രയോഗങ്ങൾ. അവസാനം ദേവന്മാർ വന്ന് തടുത്തു ഈ ബ്രഹ്മാസ്ത്രങ്ങൾ. എന്നിട്ട് മുനിമാർ വന്ന് പറഞ്ഞു ദ്രോണാചാര്യരെടുത്ത് അടങ്ങാൻ. എന്നിട്ടും നിർത്തുന്നില്ല. അപ്പോൾ ആ സമയത്ത് പാണ്ഡവരെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് മനസ്സിലായിട്ട് തന്നെ ആയിരിക്കണം ശ്രീകൃഷ്ണൻ രംഗപ്രവേശനം ചെയ്യുന്നത്. പിന്നെ അറിയാമല്ലോ, അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ആനയെ തല്ലിക്കൊന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയുന്നു. ദ്രോണാചാര്യരുടെ മനസ്സിൻ്റെ നിയന്ത്രണം പിടിക്കുന്നു. പക്ഷേ പിന്നീട് ദ്രോണാചാര്യർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഇനി എൻ്റെ പുത്രൻ പോയല്ലോ, ഇനി യുദ്ധം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സൊക്കെ അങ്ങ് പൂർണ്ണമായിട്ടും നിയന്ത്രണം വിട്ടു. എന്നിട്ട് ആയുധമൊക്കെ ഉപേക്ഷിച്ചു, വില്ലുകളെല്ലാം വെച്ചു, ശിഷ്യന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചു. എന്നിട്ട് തേർത്തട്ടിലോ എവിടെയോ പോയങ്ങ് ഇരുന്നതിന് ശേഷം ഓംകാരം ജപിച്ചു. ഓംകാരം ജപിച്ചിട്ട് ആ മഹാഗുരു എന്ത് ചെയ്തെന്നറിയോ? അവിടെയാണ് ദ്രോണാചാര്യരുടെ യോഗിക് പവർ മനസ്സിലാക്കേണ്ടത്. ക്ഷണനേരം കൊണ്ട് സമാധിയിൽ പോയി. തൻ്റെ ആത്മാവിനെ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റി ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു. ആ സമയത്താണ് ദൃഷ്ടദ്യുമ്നൻ തൻ്റെ വില്ലെല്ലാം വെച്ചിട്ട് വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വരുന്നത്. എല്ലാവരും പറഞ്ഞ് വെട്ടരുത്, ദൃഷ്ടദ്യുമ്ന വെട്ടരുതെന്നും പറഞ്ഞ് എല്ലാവരും വെട്ടരുതെന്ന് പറഞ്ഞിട്ടും നേരെ ചെന്ന് ദ്രോണരുടെ തലവെട്ടി. പക്ഷെ അറിയാമല്ലോ, അതിനോടകം വെച്ച് ദ്രോണർ ആ ശരീരം വിട്ടു പോയിരുന്നു. അപ്പോൾ അത്രത്തോളം ഗംഭീരനായിട്ടുള്ള ഒരു യോദ്ധാവാണ് ദ്രോണാചാര്യർ. ഏറ്റവും കൂടുതൽ മഹാരഥന്മാരെയും രാജാക്കന്മാരെയൊക്കെ തീർത്തിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അത്രത്തോളം ശക്തനാണ് ദ്രോണാചാര്യർ. ഇനി ദ്രോണാചാര്യരുടെ ഒരു പവർ എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞാൽ മതി. ഈ ശിശുപാലൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, മറ്റേ രാജസൂയ യജ്ഞത്തിന് വന്നിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിട്ട് എല്ലാവരെയും ചീത്ത വിളിച്ച് ഭീഷ്മരെപ്പോലും വഴക്ക് പറഞ്ഞ്, ഭീഷ്മരെപ്പോലും എന്തൊക്കെയോ വായി തോന്നിയത് ഭീഷ്മരെ വിളിച്ച് പറഞ്ഞ്, പക്ഷെ ഒരക്ഷരം ദ്രോണാചാര്യരെ പറഞ്ഞിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ദ്രോണാചാര്യർ അങ്ങനെ എപ്പോഴും പറ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനൊന്നും കാണുന്നില്ല. ആളെപ്പോഴും ശാന്തനാണ്. ആ ഒരു പവർ ഉണ്ടാവും. വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും എന്നാൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം വെടിച്ചില് പോലെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ദ്രോണാചാര്യർ. അപ്പോൾ ആ ഒരു ബിഹേവിയർ മനസ്സിലായല്ലോ. എന്തുകൊണ്ടും ഒരു മഹായോഗിയായിട്ടുള്ള, ഒരു മഹാഗുരുവായിട്ടുള്ള ഒരു മഹാരഥൻ, ഒരു എന്താ പറയുക, ഒരു റെയർ കോമ്പിനേഷൻ അല്ലേ. ആരെ എന്തൊക്കെ അപമാനിച്ചിരുന്നെങ്കിൽ പോലും ദ്രോണാചാര്യരെ ആളുകൾ അപമാനിക്കാൻ രണ്ടക്ഷരമൊന്ന് പറയാനായിട്ടൊന്നും ഭയന്നിരുന്നു. അപ്പോൾ ഇതാണ് മഹാഭാരതത്തിലെ ദ ഗ്രേറ്റ് ടീച്ചർ ദ്രോണാചാര്യർ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ NFOയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഈ മാസം 30 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് NAB എന്ന് പറയുമ്പോഴത്തേക്കും 10 രൂപയാണ്. അതുപോലെ തന്നെ 80C പ്രകാരവും 10D പ്രകാരവുമുള്ള ടാക്സ് ബെനിഫിറ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ
ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ